എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തുമ്മൽ വന്നാൽ, ഒരു ചെറിയ ജലദോഷം വന്നാൽ, ഒരു ചെറിയ പനി വന്നാൽ എല്ലാം തകർന്നു പോയെന്ന് ചിന്തിക്കുന്ന സമൂഹമല്ലേ നമ്മളെങ്കിൽ, അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ ഇതിലും വലുത് അള്ളാഹുവിന് തരാൻ കഴിയുമായിരുന്നു. പക്ഷേ അള്ളാഹു ചെറുത് തന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആ ഒരു സമാധാനിക്കുന്ന മനുഷ്യന്, അങ്ങനെയാണ് അവന്റെ ഖദറിലുള്ള വിശ്വാസം സ്ഥിരപ്പെടുത്തേണ്ടത്. അല്ലാതെ ഖദറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ തളർന്നു പോകലല്ല, ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ തളർന്നു പോകലല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എത്ര പ്രതിസന്ധികളിലും മരിക്കുമെന്ന് കരുതി എന്നിട്ട് മരിച്ചോ? നമ്മളൊക്കെ എത്ര പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ മരിക്കുമെന്ന് ചിന്തിച്ചു, അപ്പോഴൊന്നും നമ്മൾ മരിച്ചില്ല. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ലേശം വരുന്ന സന്ദർഭങ്ങളിൽ ഇതിലും വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അവന് സമാധാനിക്കാൻ കഴിയുമെന്നാണ്. എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ ചിന്തിച്ചാൽ മതി, ഇതിൽ വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ട്. ആരും അവനോട് ചോദിക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നതിൽ നമ്മൾ തൃപ്തരായി സംതൃപ്തരായി നമ്മൾ കഴിയണം. അത് നമ്മുടെ എന്താ ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ദുഷ്ടശ്വാനനെ പോലെ എന്നാണ്. ദുഷ്ടശ്വാനനെ പോലെയാണ്, പേ പിടിച്ച നായയെ പോലെയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു പേപ്പട്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു നായ വന്നാൽ, ആ നായ നമ്മൾ ഭയക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെ ഫോളോ ചെയ്യും, നമ്മളെ നേരെ വരും. ഇനി അതല്ല, തന്റെ ഇടത്തോടെ തിരിഞ്ഞു നിന്നിട്ട് കല്ലെടുത്തെറിയാൻ നോക്ക്, അത് മാറും, അത് ഓടിപ്പോകും. ഇതുപോലെയാണ് പ്രതിസന്ധി. നമ്മളൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു എന്ന് തോന്നിയാൽ ആ പ്രതിസന്ധി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ, മഹാന്മാര് അവർ പരിചയപ്പെടുത്തിയത് പ്രതിസന്ധികൾ ഒഴുകി വരുന്ന ഒരു അരുവിയിലെ, ഒരു കൈത്തോട്ടിലെ ഒരു പാറ പോലെയാണ് പ്രതിസന്ധികൾ എന്നാണ്. വിശ്വാസി ഈ കളകളാരവം മുഴക്കി ഒഴുകുന്ന വെള്ളം പോലെയാണ്. കളകളാരവം മുഴക്കി ഒഴുകുന്ന ആ അരുവികളിലെ ചെറിയ കൈത്തോടിലെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പോലെയാണ് വിശ്വാസി. ആ വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത വണ്ണം മധ്യഭാഗത്ത് രൂപം കൊണ്ട ചെറിയ പാറകളാണ് പ്രതിസന്ധികൾ. വെള്ളം അങ്ങനെ ചെയ്യുന്നത്, വെള്ളം അവിടെ ചെന്ന് ഈ പാറയെ ഇടിച്ച് പൊട്ടിച്ച് ചെറിയ മെറ്റിലുകളാക്കിയിട്ടല്ല വെള്ളം ഒഴുകുന്നത്. വെള്ളം ആദ്യം ഒന്ന് നോക്കും, അവിടെ എത്തുമ്പോൾ അല്പ വേഗത്തില് ഈ പാറയുടെ മുകളിലൂടെ ഓടിപ്പോകാൻ പറ്റുമെന്നൊന്ന് നോക്കും. പറ്റൂല എന്ന് കണ്ടാൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒഴുകി മര്യാദയ്ക്ക് അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഇതാണ് വിശ്വാസികൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ തളർന്നു നിൽക്കലല്ല, അതിനെ അതിജീവിക്കാൻ കഴിയുക. അതിനെ അതിജയിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ അതിനെ നെവർ മൈൻഡ് ആയിട്ട് കണ്ടിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ യാത്ര ചെയ്യുക. ഇതാണ് നാം ചെയ്യേണ്ടത്. പ്രതിസന്ധികൾ എന്ത് വന്നാലും, എത്ര വിഷമം വന്നാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പിന്നാലെ ഈ വിഷമം വന്നുകൊണ്ടിരിക്കും. ഏതുവരെ? ഒരാളുടെ വിഷമം എവിടം വരെ ഉണ്ടാവും, ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും. നമ്മളൊന്നും ശാന്തമായി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും, എവിടം വരെ ഉണ്ടാവും, എവിടം വരെ ഉണ്ടാവും? ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും? സുലൈമാൻ പറയും, മരണം വരെ. സലീം മുസ്ലിം അഭിപ്രായം തന്നെ, മരണം വരെ പ്രതിസന്ധികൾ ഉണ്ടാവും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണശേഷവും ആ പ്രതിസന്ധി നിലനിൽക്കും. മരണശേഷവും ആ പ്രതിസന്ധി നിലനിൽക്കും. എവിടം വരെ എന്നറിയാം? എവിടം വരെയാണ്? നമുക്ക് എന്തെല്ലാം വിലക്കുകളാണ്. ഇവിടെ പുരുഷന്മാർക്ക് പട്ട് ധരിച്ചുകൂടാ, ഇവിടെ സ്വർണം ധരിച്ചുകൂടാ, സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം, പുരുഷന്മാർക്ക് പട്ട് ധരിച്ചുകൂടാ, പുരുഷന്മാർക്ക് സ്വർണം ധരിച്ചുകൂടാ. ഇവിടെ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട പലതുമുണ്ട്. അതിനെയൊക്കെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ
മാറി നിന്ന് ഇതിന്റെ പേരിൽ നമുക്ക് ഒരു പ്രയാസവും നമ്മൾ രേഖപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ നമ്മൾ ചെന്ന് എത്തിച്ചേരുന്ന സ്ഥലം എവിടെയെന്നറിയോ? എവിടെയാണ് ചെല്ലുന്നത്? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, ഏദൻ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമെന്നാണ്. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമെന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു വളകൾ ധരിപ്പിക്കുകയാ. എങ്ങനത്തെ വളയാണ്? പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ, സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ലോകത്തെ ഏത് നിമിഷവും നശിച്ചു പോകാൻ പറ്റുന്ന നശ്വരമായ ദുനിയാവിന്റെ നൈമിഷികമായ ഈ ലോകത്തെ ഒരു ചെറിയ വള നിങ്ങൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ എന്റെ എന്ത് നഷ്ടപ്പെടാനാണ്? ഈ വള ഇല്ലെന്ന് കരുതിയിട്ട് എന്റെ ജീവിതം നഷ്ടപ്പെടൂലല്ലോ, ഈ മോതിരമില്ലെന്ന് കരുതിയിട്ട് ഞാൻ മരിച്ചു പോകൂലല്ലോ, എന്റെ മക്കള് പട്ടിണി കിടക്കൂലല്ലോ. എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തെ വളയാണ്. ആ വള എങ്ങനത്തെ വളയാണ്? മിന്നസാവിറ മിൻ ദഹബിൻ, സ്വർണ്ണത്തിനാലുള്ള വളയാണ്. വലുലുആ, മുത്തുകൾ പതിപ്പിച്ച വളയാണ്. ആ വള വേണമെങ്കിൽ ദുനിയാവിലെ വളകൾ വേണ്ടെന്ന് വെക്കണം, ദുനിയാവിലെ വളകൾ വേണ്ടെന്ന് വെക്കണം. എല്ലാം കൊടുക്കണമെന്നല്ല, ആവശ്യത്തിന് നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുമ്പോ അലമാരയിൽ എത്ര വളയുണ്ടെന്ന് നിങ്ങൾക്കറിയുമല്ലോ. എത്ര കമ്മലാണ്, എത്ര ജോഡിയാണ്, ഡസൻ കണക്കിന് കമ്മലുകൾ, ഡസൻ കണക്കിന് മോതിര, ഡസൻ കണക്കിന് വളകൾ നിങ്ങളുടെ വീടിന്റെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്വത്തുക്കളാകും നിങ്ങളെ കരുതി വെച്ചിരിക്കുന്ന ആ സ്വർണത്തിൽ നിന്ന് ഒരു ചെറിയ വളയിങ്ങെടുത്ത്, ഒരു ചെറിയ മോതിരം ഇങ്ങെടുത്ത്, ഒരു ചെറിയ കമ്മലെടുത്ത്, അല്ലെങ്കിൽ കമ്മലിന്റെ ഒരു ആണി എടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തരുന്നതോ യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ, മുത്തുകൾ പതിപ്പിച്ച സ്വർണ്ണത്തിനാലുള്ള വളകൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. തീരുന്നില്ല വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ നിങ്ങൾക്ക് തരുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പട്ടാൽ നിർമ്മിക്കപ്പെട്ടതാ, പട്ടുനൂലിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രമാണ് നിങ്ങൾക്കല്ല തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വള ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾക്ക് പട്ടുവസ്ത്രം ധരിപ്പിക്കപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നുപോയാൽ ആ സ്വർഗത്തിനകത്തേക്ക് നിങ്ങൾ കാലെടുത്തങ്ങ് വെക്കുമ്പോ അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. നമ്മൾ ചിന്തിക്കും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ വേറെ പ്രതിസന്ധികളൊന്നുമില്ല, പട്ടിണിയൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം അവസാനിച്ചു എന്ന്. ഇല്ല, അവസാനിക്കൂല. ഈ ലോകത്തെ പറ്റി തന്നെ അല്ല പറഞ്ഞത് എന്താണ്? ലഖദ് കാന ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, പ്രയാസത്തിന്റെ മേലെ പ്രയാസമായിട്ടാ, പ്രതിസന്ധികളിലാ ഇവിടെ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എവിടം വരെയാണ് പ്രതിസന്ധികൾ ഉള്ളതെന്നറിയോ? കയ്യിൽ സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട മുത്തുകൾ പതിപ്പിച്ച വളകൾ ധരിച്ചുകൊണ്ട്, ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട്, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്തു വെക്കുമ്പോ അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയുന്നു വഖാലൂ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ. അല്ലദീ അദ്ഹബ അന്നൽ ഹസന, പടച്ചവനെ എന്റെ ദുഃഖങ്ങളെല്ലാം ഇപ്പൊ മാറി അല്ലാ. ഇനി ഇവിടെ ദുഃഖങ്ങളില്ല, ഇനി ഇവിടെ മരണമില്ല, ഇനി ഇവിടെ പ്രയാസങ്ങളില്ല, ഇനി ഇവിടെ മൂത്രിക്കലില്ല, കാട്ടിക്കലില്ല, തുപ്പുനീരില്ല, വിയർക്കലില്ല, വിസർജ്യങ്ങളില്ല, ഒന്നുമില്ല. എന്റെ എല്ലാ വിഷമങ്ങളും ഇതോടുകൂടി തീർന്നു റബ്ബേ. ഇനി അനന്തമായ സ്വർഗലോകത്തെ സഞ്ചാരമാണ്.
എല്ലാം എന്റെ അധീനതയിൽ കടന്നു വരുന്ന മനോഹരമായ ഏറ്റവും നല്ല മനോഹരമായ സ്വർഗമാണ്. കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടനെ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കുന്ന ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ അറിയണ്ട. മണിയില്ല റബ്ബേ വാങ്ങുവാ, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസുതാം മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എന്ത് ചിന്തിച്ചാലും തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മനോഹരമായ സ്വർഗമാണ്. ഒരു ആപ്പിൾ കഴിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ മുന്നിലേക്ക് ആപ്പിളിന്റെ ആ ശിഖരം ഇങ്ങനെ, ആപ്പിൾ മരത്തിന്റെ ശിഖരം ഇങ്ങനെ ചാഞ്ഞു വരികയാ. അതിൽ നിന്ന് ഒരു പഴം നമ്മൾ ഇങ്ങ് പറിച്ചു. ആ പഴം പറിച്ചിട്ട് നമ്മളൊന്ന് കടിച്ചു. ആദ്യത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്. ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്. ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴത്തിനുള്ളത്. ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിനുള്ളത്. കാണുമ്പോ എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഒരു കടി കടിച്ചാൽ രണ്ടാമത്തെ കടിയിലെ രുചി വേറെയാണ്. എന്തൊരത്ഭുതമാ! വേണ്ടേ പാമ്പാടിയിലെ പെണ്ണ്, വേണ്ടേ പ്രിയപ്പെട്ട പനയമുട്ടത്തെ ഉമ്മ, വേണ്ടേ പനവൂരിലെയും കൊങ്ങണുകോട്ടത്തെയും ഉമ്മ. ആ സ്വർഗം നമുക്ക് വാങ്ങാൻ കഴിയണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ പാവങ്ങളെ സഹായിച്ചാലേ മതിയാവുകയുള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവ്, ലോകത്തെ ഏറ്റവും നല്ല മഹിതമായ കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക മാലോകയുടെ മുമ്പിലും മലർക്ക് തുറന്നു കൊടുത്ത മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹധർമ്മിണിയായ, തന്റെ ജീവന്റെ ജീവനായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞതാണ്, ഇത്തഖിന്നാർ, നീ നരകത്തെ കാക്കണേ പൊന്നുമോളെ ആയിഷ, മോളെ നീ നരകത്തെ സൂക്ഷിക്കണേ. വലൗ ബിശിഖി തംറ, ഒരു കാരക്കയുടെ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കീറിയെടുത്തിട്ട് അതിന്റെ ഒരു നാലിലൊന്നെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ ആയിഷ. ഇത് ആയിഷ ബീവിയോട് കുടുംബനാഥനായ ഏറ്റവും നല്ല ഭർത്താവായ മുത്തുനബി പറഞ്ഞതെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ നാട്ടുകാരെ, നമുക്ക് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമേറ്റെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. ഏതുവരെ? മരണം വരെയല്ല. മരിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ വരും. ഏതുവരെയാണ് പ്രതിസന്ധികൾ വരുന്നത്? സ്വർഗത്തിലോട്ട് കയറിയിട്ട് നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന. എല്ലാ ദുഃഖങ്ങളും മാറി, ഇനി യാതൊരു വിഷമങ്ങളുമില്ല. ഇനി ഒരിക്കൽ പോലും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോണ്ടല്ലോ. എത്ര മനോഹരമായ അവസ്ഥയിൽ നമ്മൾ അതിനകത്തുനിന്ന് എത്തിക്കഴിഞ്ഞാൽ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തുൻ നബവിയിൽ വെച്ച് 10 പേരെ മുഖത്ത് നോക്കിയിട്ട് അംദഫിൽ ജന്ന, അംദഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ 10 പേരുണ്ടല്ലോ അശറത്തുൽ മുബശ്ശരീങ്ങൾ. അവരാരാണ്? സുമ്മർറിളാ അൻ നബി ബക്കരി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിറിൽ കറമി. അശറത്തുൽ മുബശ്ശരീങ്ങളായ 10 പേരുണ്ടല്ലോ. ഈ 10 പേര് ജീവിതത്തിൽ കരച്ചിലോട് കരച്ചില. അവര് പറയുന്നത്, അല്ലാഹുവേ, സ്വർഗത്തിനകത്ത് എന്റെ 2
പാദങ്ങളും മൂന്നിയാലല്ലാതെ എനിക്കെന്ത് നിർഭയത്വമാ. അതുകൊണ്ട് അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന സ്വർഗത്തിന്റെ പാസ് കിട്ടിയ സഹാബത്തിന് പോലും ഭയമായിരുന്നെങ്കിൽ നമുക്കും പോണ്ടേ. അതുകൊണ്ട് മുത്തുനബി പഠിപ്പിച്ചതാണ്, സദഖ കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവുക. ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകി. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ആദരിച്ച് അല്ലാഹുവിന്റെ തിരുദർശനം എന്ന പുണ്യമായ ലിഖാ കണ്ട് ആസ്വദിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ആ സ്വർഗത്തിലെത്തുന്നത് വരെയും പ്രതിസന്ധികൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ പ്രശ്നം എന്താണ്? മരിച്ചാൽ എല്ലാം തീരുമെങ്കിലേ, മരിച്ചാൽ എല്ലാം അവസാനിക്കുമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ നരകത്തിൽ പോകുന്നതിന്റെ അവസ്ഥ ഒരു പ്രശ്നമില്ലല്ലോ. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പഠിച്ചത് ഒന്ന് ചിന്തിച്ചു. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ പറയും ജീവിച്ചിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. അല്ല, നമ്മൾ പറയും ഇല്ല, ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ച അല്ലെങ്കിൽ ശ്രമം നടത്തിയവനോട് ചോദിച്ചു നോക്കണം, നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ നീ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ നിന്റെ അനുഭവം എന്തായിരുന്നു എന്ന്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ മരിച്ചു കഴിഞ്ഞ ഒരാളിനോട്, മരിച്ചു കഴിഞ്ഞ് ഒരാൾ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരില്ല. അല്ലെങ്കിൽ നാളെ പരലോകത്തെ ചെല്ലുമ്പോൾ, അതൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും വലിയ പ്രശ്നം ഖബറാണ്. ഏറ്റവും വലിയ പ്രശ്നം ഖബറാണ്. ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരാളോട് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവര് വിളിച്ചു പറയുമെന്നാണ്, അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തി. ഇമ്മാ ഇലന്നാർ, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, ആ നരകത്തിലേക്കെങ്കിലും ഇമ്മാ ഇലന്നാർ, ഞങ്ങളെ നരകത്തിലേക്കെങ്കിലും ഒന്ന് വലിച്ചെറി അല്ലാ. ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ മഹ്ശറാ വൻസഭയിൽ നമ്മൾ പറയും, പടച്ചോനെ ഇവിടെ നിൽക്കാൻ വയ്യ, നീ നരകമാണെങ്കിൽ നരകം, അത് കുഴപ്പമില്ല, നീ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോ, ഇവിടെ നിന്ന് മാറ്റി. അപ്പം നമുക്ക് ഖബറിനെക്കാളും ഭീകരത എവിടെയായി? മഹ്ശറയിലായി. ഇനി മഹ്ശറയിൽ നിന്ന് നരകത്തിലേക്കെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന്റെ അവസ്ഥ എന്താ? ഒരൊറ്റ എറിച്ച മുഖം കുത്തിയിട്ടല്ലേ അവന്റെ പിന്നെ പറയും, ഞങ്ങൾ അക്ഷരമല്ല ഏറ്റവും വലിയ പ്രശ്നം. കുടുംബ ബന്ധം അവരോട് വേണ്ടിയിട്ട് അപ്പൊ ഈ പ്രിയപ്പെട്ട ബന്ധുക്കളിൽ അവരുടെ വിവാഹ ചെലവും അവിടെ കൂടിയവർക്കുള്ള ഭക്ഷണവും അവിടെ നിൽക്കുന്നവർ സ്വർഗത്തിന്റെ ഏഴയൽ ഒറ്റ സഹകരിക്കണ്ട.
പ്രശ്നങ്ങൾ വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് ബന്ധങ്ങൾ മരിക്കുന്ന എല്ലാ മതിലകത്ത് തന്നെ നിങ്ങൾ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് അയൽപ്പത്ത് പോലെ നമുക്ക് എത്താൻ പറ്റും. ആളിയാണെന്ന് കാര്യമില്ല. പള്ളിയിൽ കിളച്ചിട്ട് മരിച്ചിനി നട അനുഗ്രഹിക്കും. അവിടെ ഇനി രക്ഷയില്ല. ഇവിടെ പോയാൽ അതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വീട് നമ്മുടെ റബ്ബല്ലേ സത്താറ്. പക്ഷേ ജനങ്ങളുമായുള്ള ഇമാമ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട്, എന്തൊരു സാമ്പത്തികം കൊടുക്കുക പറ്റില്ല. ഏറ്റവും വലിയ സഹിഷ്ണുതയിലാണ് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ എല്ലാം പറഞ്ഞ ക്ലിയർ ആയി ജീവിതത്തിലെ തീരുമാനമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് അതിൽ നടക്കുന്നത് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത രണ്ടാമതായി എഴുതി വെച്ചിരിക്കുകയാണ്. സമയത്ത് ഞാൻ കൃത്യമായി വന്ന് അവർക്ക് ആവശ്യമായ നടത്തിയിട്ട് പാവപ്പെട്ട സഹോദരൻ വീടുകളുടെ മതിൽ
ഒരാൾക്ക് നന്നായിട്ട് ചെറിയ വീടാണ്, ആ വീട്ടിൽ മൂലയ്ക്ക് കിടത്തിയിരിക്കുന്നു. മണിക്കൂറുകൾ 2-3 തന്റെ ഉപജീവനയിൽ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 6 കാലുള്ള കിടത്തി ഞാനും നിങ്ങളെ ചുമന്നുകൊണ്ട് ഈ റോഡിലൂടെ പോവുകയാ. ഇന്ന് ഞാനും നിങ്ങളും ആ റോഡിലൂടെ യാത്ര ചെയ്ത് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ ശുദ്ധമായ തഹ്ലീലിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി ഞാനും നിങ്ങളും ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ ചെന്ന് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 10 മലകൾ നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലം നാട്ടിയിട്ട് 2 ചുവടങ്ങ് വെക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ഇവിടെ അവസാനിച്ചെന്നാണ്. ഇല്ല, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗ യഅലമുൽ മർഉ മാ യഅതീഹി മിൻ ബഅദിൽ മൗത്ത്, മരണശേഷമുള്ള കാര്യത്തെ പറ്റി ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ മാ അക്ല അക്ല വലാ ശരിബ ശർബ ഇല്ലാ വഹുവ യബ്കി വയളിബു അലാ സദ്രിഹി. ഖബറിന്റെ കാര്യത്തെ പറ്റി പറയാൻ ഇത് അവൻ കരഞ്ഞുകൊണ്ടല്ലാതെ വയളിബു അലാ സദ്രിഹി, നെഞ്ചടിച്ചുകൊണ്ടല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അവനെ കഴിയൂല, ഒരു ഭക്ഷണം അവനെ കഴിക്കാൻ പറ്റൂല. ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണശേഷം നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പൊട്ടിക്കഞ്ഞോട് നെഞ്ചത്തടിച്ചുകൊണ്ടല്ലാതെ നിങ്ങളാരും തിന്നില്ല കുടിക്കില്ലെന്ന് പറഞ്ഞത് നബിതങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണോ? അല്ല. നബിതങ്ങളെ കളവ് പറഞ്ഞതാണോ? അല്ല. നബിതങ്ങൾക്ക് തെറ്റിപ്പോയതാണോ? അല്ല. പിന്നെ എന്താണ് നമ്മളെ കരയാതെ തിന്നുന്നത്? എന്തുകൊണ്ടാണ് നെഞ്ചടിക്കാതെ കുടിക്കുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ആദ്യം പറഞ്ഞ വാക്ക് ലൗ യഅലമുൽ മർഉ, മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ. വല്ലാഹി നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ, മരണശേഷമുള്ളത് നമുക്കറിയുന്നില്ല. മരണശേഷം എന്താ ഉള്ളതെന്ന് നമ്മൾ നടന്നു പോകുന്ന ഖബറിനടുത്തുകൂടി ആ ഖബറിനകത്ത് കിടക്കുന്ന ആളുകളുടെ രോദനം നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വാപ്പാടെ മയ്യത്തിന്റെ അടുത്തൂടെ നമ്മൾ വെറുതെ പോകോ? നമ്മളെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, എന്റെ പെങ്ങളെ, നിങ്ങളുടെ പ്രിയ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട ഭർത്താവിനെ മറമാടപ്പെട്ട ഖബറിന്റെ ചാരത്ത് കൂടി നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ടവളെ, കേൾക്കാതെ നമ്മൾ പോകുന്നത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാ, അത് കാണാൻ നമുക്ക് കഴിയാത്തത്, കാണാനുള്ള കഴിവ് നമുക്കല്ല തരാത്തത് കൊണ്ടാ. ഖബറിനകത്ത് കിടന്ന് പറയുന്നത് എന്താണ്? തമുറു അഖാരിബി ജനബാതി കബിരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി വദുൽ മീറാസ് യഖ്തസിമൂന മാലി വമാ യഅലൂന അൻ ജഹദുദുയൂനി. എന്താണ് വാപ്പ ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? എന്താണ് ഉമ്മ ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? എന്താണ് ഭർത്താവ് ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? തമുറു അഖാരിബി ജനബാതി കബിരി, എന്റെ ഖബറിന്റെ അടുത്തുകൂടി എന്റെ പ്രിയപ്പെട്ടവര് നടന്നു പോകുന്നല്ലോ, എന്റെ ഭർത്താവ് നടന്നു പോകുന്ന എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭാര്യ നടന്നു പോകുന്ന എനിക്ക് വിളിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല, അവര് കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, 6 അടി
മണ്ണിനടിയിൽ നടക്കുന്ന സംഭവം 6 അടി മണ്ണിന് മുകളിൽ നടക്കുന്ന നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനകത്ത് കിടന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ഖബറിനടുത്തൂടെ നടന്നു പോകുന്നു. മോനെ, എടാ മോനെ, എടാ മോനെ, എടാ മോളെ എന്ന് വിളിച്ചിട്ട് നമ്മുടെ വാപ്പ വിളിക്കുന്നു. കേൾക്കാൻ ശ്രവണപുടങ്ങൾ നമുക്കില്ല. ഇത് വിളിക്കുന്നത് കാണാൻ നയനങ്ങൾ നമുക്കില്ല. പടച്ചവനാണ് ഇത് സംഭവിക്കുമല്ലോ. അങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ മറുപടി കൊടുക്കാതെ വരുമ്പോൾ അവർ പറയുന്നു, കഅന്ന അഖാരിബിലും യഅരിഫൂനി, എന്നെ അറിയാത്തതുപോലെ പോകുന്നല്ലോ. നമുക്ക് ജീവൻ നൽകിയ വാപ്പ, നമ്മളെ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ, മരണസമാനമായ വേദന സഹിച്ചു നൊന്തു പെറ്റ ഉമ്മ, 2 വയസ്സ് വരെ മുലപ്പാൽ തന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മോനെ മോനെ ഇങ്ങോട്ടൊന്ന് നോക്കടാ എന്ന്. ഖബർസ്ഥാന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നമ്മളെ വിളിക്കുമെന്നല്ലേ. ആ സമയത്ത് നമ്മൾ വിളി കേൾക്കുമ്പോ കേൾക്കാതെ പോകുന്നു. കാരണം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോഴ് കവിക്കടമര് പറയുന്നു, കന്ന അഖാരിബി ലം യഅരിഫൂനി, എന്നെ അറിയാത്തതുപോലെ പോകുന്നത് കണ്ടോ, എന്നെ അറിയാത്തതുപോലെ പോകുന്നത് കണ്ടോ. എവിടേക്കാണ് ഈ പോക്കെന്നറിയോ? വാപ്പ സമ്പാദിച്ച പുരയിടത്തിൽ കിളയ്ക്കാൻ പോകുന്നത്, ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബർ എസ്റ്റേറ്റിൽ വെട്ടികെട്ട് പാലെടുക്കാൻ പോകുന്നത്, ഭർത്താവ് തലയിൽ മണ്ണ് ചുമന്ന് കല്ല് ചുമന്ന് വന്താണി പിടിച്ച് പങ്കായം പിടിച്ച് വളയം പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് മരിച്ചു പോയപ്പോൾ ആ സമ്പാദിച്ച ആ റബ്ബർ വെട്ടികെട്ട് പാലെടുത്തതിന്റെ സീറ്റ് വിൽക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ. പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ഹജ്ജ് ചെയ്തില്ല. ഉസ്താദ് വന്നു പറഞ്ഞു, ഹജ്ജിന് പോകുന്നില്ല കാക്ക. അപ്പോഴും പറഞ്ഞു, എന്റെ മോളെ കെട്ടിക്കട്ടെ. മോളെ കെട്ടിക്കാതെ ഹജ്ജിന് എങ്ങനെ പോകും? അങ്ങനെ മകളെ 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 എന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാതെ ഇരുന്നു. എന്നിട്ട് ഒരുപാട് സമ്പാദിച്ചു വാരി കൂട്ടി ആ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് പൊന്നുമോള് വെട്ടി പാലെടുക്കാൻ പോകുമ്പോ ഇപ്പോഴത്തെ ഖബർസ്ഥാൻ കിടന്ന് വാപ്പ് വിളിക്കുന്നു, പൊന്നുമോളെ പൊന്നുമോളെ. മോള് കേൾക്കുന്നില്ല, മോൻ കേൾക്കുന്നില്ല. ആ സമയത്താണ് അവര് പറയുന്നു, എന്നെ അറിയാത്ത പോലെ പോണ കണ്ടോ. എങ്ങോട്ടാണ് പോകുന്നത്? വദുൽ മീറാസി യഖ്തസിമൂന മാലി, അതിന്റെ പങ്ക് പറ്റാൻ പോകുന്നതാ. ഇവർക്ക് നിസ്കരിക്കാത്തത് വേണ്ടി പണിയെടുത്തത് അറിയാതെ പോലെ പോകുന്നു. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ നീ പോകുന്നത് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ പങ്ക് പറ്റാൻ പോണതല്ലേ. എന്നാ പൊന്നുമോനെ, ഇതൊക്കെ സമ്പാദിച്ചത് ഞാൻ കൊടുക്കാതെയാണ്. മക്കളെയും കെട്ടിച്ചപ്പോൾ നയാ പൈസ ഞാൻ കൊടുക്കാതെ നിനക്ക് നീ അതിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കടങ്ങൾ നീ വീട്ടുന്നില്ല, എന്റെ ഹജ്ജ് നീ വീഴുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഖബറിൽ കരയുന്ന ഒരു പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അവസ്ഥ ഭീകരമാണ്. നമ്മൾ സൂക്ഷിക്കണം. എന്താ കാര്യം? ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ. എന്ത് സഹായം ചോദിച്ചില്ലേ? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ നബി അല്ലാഹുവിന്റെ സഹായം വരുന്നതെന്ന് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് സഹായം വന്നാൽ. വൽ ഫത്ഹ്, നാട്ടിൽ നിന്ന് പറന്ന നാട്ടിൽ നിന്ന് നിങ്ങൾ ആട്ടി ഓടിച്ചല്ലോ. മക്കാ മുകറമയുടെ മുന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ആട്ടി ഓടിച്ചല്ലോ. ആ നിങ്ങൾക്ക് രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക തിരിച്ചു പിടിച്ചു. അങ്ങനെ നിങ്ങൾ മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ, മക്ക വിജയം നിങ്ങൾക്ക് നേടിയപ്പോൾ സന്തോഷമല്ലേ? ഇത് രണ്ടും. ഒന്ന് റബ്ബിന്റെ സഹായം, 3 മക്ക വിജയം.
നബിയേ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അഫ്വാജാ എന്ന് പറഞ്ഞാൽ ഫൗജൻ ഫൗജ, സംഘം സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നബിയോട് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅവത്തിന് വേണ്ടി അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ കാതുകളിൽ തന്റെ ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ചിട്ട് തിരികെ വെച്ചിട്ട് കേൾക്കണ്ട പോടാ ഭ്രാന്ത എന്ന് വിളിച്ചു പോയ ഒരു സമൂഹം അവസാനം നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങോട്ട് താ നബിയെ, എന്റെ കൈ ഒന്ന് ചേർത്ത് പിടിക്ക് നബിയെ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ ആ മക്കയിൽ, ആ മദീനയിൽ പരിശുദ്ധമായ ആ ജസീറത്തുൽ അറബിലെ പ്രിയപ്പെട്ട സഹാബാക്കൾ നിങ്ങളുടെ അധീനതയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സന്തോഷം. ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.